നമസ്കാരം. നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിന് മുന്നിലാണ്. ഇന്നൊരു വലിയ അപ്ഡേറ്റ് വീഡിയോ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാം. അതായത് ടിക്കറ്റ് റേറ്റിൽ നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്രയാണെന്നുള്ളത് നമുക്ക് പറയാം. അതായത് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആദ്യ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള തീരുമാനമാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പ്രചരണ ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇളവ്. അതായത് 10/3/2026 മുതലാണ് ഈ ഒരു ഇളവ് പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മുതിർന്നവർക്ക് അഡൽസിന് 100 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്, അത് ഇപ്പോൾ 70 രൂപയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് ഫെയർ, ഉള്ളിലത്തെ ബസ് ഫെയർ 50 ആയിരുന്നു, അത് 30 ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് മുതിർന്നവരെന്ന് പറയുമ്പോൾ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് റേറ്റ് 20 രൂപയാണ്. ബസ് ഫെയർ, ഉള്ളിലത്തെ ബസ് ഫെയർ 20 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൽ വ്യത്യാസമില്ല. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 30 രൂപയും പ്രവേശന ടിക്കറ്റും, അതുപോലെ തന്നെ ബസ് ഫെയർ 30 രൂപയാണ് കേട്ടോ. പിന്നെ ഒരു ഹൈലൈറ്റായ സംഭവമാണിത്. ഹെഡ് മാസ്റ്ററുടെയും പ്രിൻസിപ്പലിൻ്റെയും അനുമതിയോടുകൂടി ഗ്രൂപ്പായി യൂണിഫോമിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 5ാം ക്ലാസ് മുതൽ അതുപോലെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകൻ സ്റ്റാഫ്, അതായത് ഇതിൽ വരുന്ന 20 കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു അധ്യാപകന് 20 രൂപയും ടിക്കറ്റ് റേറ്റും, അതുപോലെ ബസ് ഫെയർ 20 രൂപ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് ആ ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ നല്ല തിരക്കാണ് കേട്ടോ സുവോളജിക്കൽ പാർക്കിൽ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ആൾക്കാരിങ്ങനെ വന്ന് ക്യൂ നിൽക്കാണ് കേട്ടോ. സൺഡേ ആണ്. അപ്പോൾ ആ ദിവസം നല്ലൊരു തിരക്കാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി 10/3/2026 മുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫെയർ നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓഫറായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരിക. അപ്പോൾ എന്തായാലും കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് സ്കൂൾ യൂണിഫോമിൽ വരുമ്പോൾ എന്തായാലും നല്ല ഓഫർ, നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തുക, കാഴ്ചകൾ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര തിരക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഹോട്ടൽ അടിപൊളിയാണ്, നല്ല ഫുഡ് എന്നൊക്കെയാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ, കാരണം എല്ലാവരും ഇത് കഴിച്ചിട്ടാണ് സൂവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ആ ഒരു പ്രവർത്തനം ഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആ ഒരു കോർഡിനേഷൻ അടിപൊളിയാണ്. എല്ലാവരും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ കയറുമ്പോഴായാലും അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴായാലും നിങ്ങളുടെ ബാഗേജ് വെക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. അതുപോലെ തന്നെ റേറ്റിൻ്റെ വ്യത്യാസം ഇനി 10/3/2026 ശേഷം ഇവിടെ റേറ്റിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഉള്ളിലോട്ട് നടന്നു നോക്കാം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മുടെ സ്വന്തം കുരിശുമൂല എന്ന് പറഞ്ഞ സെൻറ്റർ എത്തുമ്പോൾ ചിലവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്നും നമുക്ക് മാറ്റാം. അതായത് പുത്തൂർ പള്ളി, നിങ്ങൾ പുത്തൂർ സെൻറ്റർ കഴിഞ്ഞ് പള്ളി ലെഫ്റ്റ് സൈഡിൽ കാണാം. ആ പള്ളി കഴിഞ്ഞ് ഏകദേശം ഒരു 800 മീറ്ററോളം, ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മൃഗശാല വഴി കാണാൻ സാധിക്കും. ഇപ്പോൾ മൃഗശാലയുടെ വഴി ഇന്നലെ മുതൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം 2 ദിവസം റോഡ് പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തേക്ക് പകുതി വരെ എത്തി. ഇനി കുറച്ച് ഭാഗം മാത്രമാണ് റോഡ് ടാർ ചെയ്യാനുള്ളത്. പുത്തൂർ സെൻറ്റർ മുതൽ ആ ഒരു ഭാഗം മാത്രമാണ് ഇനി ടാറിങ് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ സൂവിലേക്ക് വരുമ്പോൾ പള്ളി കഴിഞ്ഞ്, അതായത് പുത്തൂർ സെൻറ്ററിൽ പള്ളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ കയറ്റം പോലെ കാണാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു ടേണിങ് കാണാം. ലെഫ്റ്റ് സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇസാഫിൻ്റെ ഒരു ബിൽഡിംഗ് വരും, ബാങ്ക് ATM ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു വലിയ മരം കാണാം. ആ മരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ആ കുരിശുപള്ളിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൂവിലേക്ക് പ്രവേശിക്കാം കേട്ടോ.